അപ്പൊ ഗൈസ് ഇപ്പൊ നമ്മൾ മൈസൂർ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ മൈസൂർ എത്തിയിട്ടുണ്ട്. ഇപ്പം മൈസൂരിൽ നിന്ന് അവിടെ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഇപ്പൊ നമ്മളിവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ അച്ഛൻ്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിലാണ്. ഇപ്പൊ നമ്മൾ ഇന്ന് രാവിലെ മൈസൂർ അവിടെ അങ്ങോട്ടൊക്കെ കാണാൻ പോകും. അപ്പൊ അതാണ് ഇത്ത വഴിയോ മസ്റ്റായിട്ട് കാണുക. ഇതാണ് നൈസ് നമ്മൾ താമസിച്ച വീടിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ ആരും രാവിലെ എണീച്ച് നടക്കാനൊന്നും കാണുന്നില്ല. അത് നമ്മൾ രാവിലെ പെട്ടിയും പ്രമാണം എല്ലാം എടുത്ത് നമ്മൾ കറങ്ങാൻ ഇറങ്ങിയിരിക്കുവാണ്. യോ യോ ഇപ്പൊ നമ്മൾ ആദ്യം പോകുന്നതെന്ന് വെച്ചാൽ മൈസൂർ പാലസിലാണ്. ദാണ്ടെ ഗൈസ് മൈസൂർ പാലസ് എന്തു മനോഹരമാണെന്ന് നോക്കൂ ഗൈസ്. ഈ മൈസൂർ പാലസിലും മൈസൂരിലൊക്കെ മസ്റ്റായിട്ട് വരേണ്ട സ്ഥലം തന്നെയാണ്. ഈ ശനി ഞായറും ഒക്കെ അവിടെ എല്ലാം ലൈറ്റ് ഇടും. എന്ത് രസമാണെന്ന് അറിയോ കാണാൻ. മൈസൂരിലൊക്കെ വരുന്നെങ്കിൽ ദസറയ്ക്ക് വരണം ഗൈസ്. ഫുള്ള് ലൈറ്റും ബഹളവും ആയിരിക്കും ഇവിടെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മൈസൂർ സൂവിൽ പോവാണ്. അത് കഴിഞ്ഞ് നമ്മൾ മൈസൂർ സൂവിൽ നിന്ന് ഇറങ്ങി 3 മണിയായി ഗൈസ്. വിശന്ന് ചത്ത് വണ്ടി കിടക്കുന്ന 1 കിലോമീറ്റർ ദൂരെയാണ്ട് അവിടുന്ന്. എന്നിട്ട് നമ്മൾ കഴിക്കാൻ കയറി. അവിടെ ചെന്നപ്പോഴോ ഫുഡും വന്നില്ല. 1 മണിക്കൂർ കണ്ട് അവിടെ ഇരിക്കുന്നു. ഇവിടെ ഒടുക്കത്താളാ ഗൈസ്. ഇപ്പം എവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ മെലഡി വേൾഡ് മ്യൂസിയത്തിലാണ് ഗൈസ്. മൈസൂർ തന്നെയാണ്. അവിടെ ആണെങ്കിൽ മിറർ ഉണ്ട്, പിന്നെന്തോ ചോക്ലേറ്റ് മ്യൂസിയം, ഹൊറർ മ്യൂസിയം, ഇതെല്ലാം മറ്റേ ഓൾഡ് ജനറേഷൻ്റെ ഇതൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെയാണ്. ഇതാണ് ഗൈസ് മിറർ. എൻ്റെ പൊന്നെ പേടിച്ച്. ഇതിങ്ങനെ നടന്ന് കറങ്ങും ഗൈസ്. നമ്മൾ കഴിക്കും നമ്മൾ കിടന്ന് കറങ്ങുന്നതാണ്. എൻ്റെ പൊന്നെ പേടിച്ച്. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ നേരെ ചാമുണ്ടി മലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ വന്നപ്പോഴത്തേനും അതിനെക്കാട്ടിലും ഒടുക്കത്തെ റഷ്. അമ്പലത്തിൽ കയറാൻ 7 മണി വരെ നോക്കി ആൾ കുറയുമെന്ന് വെച്ച്. ആളൊന്നും കുറഞ്ഞില്ല ഗൈസ്. ഇവിടുത്തെ ടൂറിസ്റ്റേഴ്സാണ് ഗൈസ് കുതിരവണ്ടിയൊക്കെ. അപ്പോൾ ഇതായിരുന്നു ഗൈസ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.